ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൃഷ്ണായനം കേൾക്കാനിരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോപപരീക്ഷണം. ദിവസങ്ങൾ ചിലത് കൊഴിഞ്ഞു വീണു. കണ്ണൻ ഗോവർദ്ധനം ഉയർത്തിയ സംഭവം വൃന്ദാവനത്തിൽ ചർച്ചാ വിഷയമായി. ആ സമയത്ത് ഭയം കൊണ്ടും സന്ദർഭത്തിൻ്റെ ഗൗരവം കൊണ്ടും ഗോപന്മാർ അത് കാര്യമായി എടുത്തില്ല. ഓരോരുത്തരും സ്വസ്ഥരായപ്പോൾ കഴിഞ്ഞ സംഭവങ്ങൾ മനസ്സിൽ തിക്കിക്കയറി വന്നു. 7 ദിവസം മുമ്പുള്ള അർദ്ധരാത്രി, കോരിച്ചൊരിയുന്ന മഴയും തകർത്തടിക്കുന്ന കാറ്റും, എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത്. ആകാശത്തോളം ഉയർന്ന കൊടുമുടികളുള്ള ഗോവർദ്ധന പർവ്വതമാണ് ഇത്തിരിയോളം പോന്ന നന്ദഗോപപുത്രൻ ഉയർത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. മഴയിൽ നിന്നും രക്ഷപ്പെടുക എന്നതായിരുന്നല്ലോ പ്രധാന ലക്ഷ്യം. എല്ലാവരും കണ്ണൻ കുടയാക്കിയ ഗോവർദ്ധനത്തിൽ അഭയം തേടി. ആരാണ് ഈ കണ്ണൻ? ഒരു പർവ്വതം പോയിട്ടൊരു കല്ലുയർത്താൻ കഴിവുള്ളവൻ ഇടയവംശത്തിലില്ല. അതിനുള്ള തൻ്റെ ഇടവും ഗോപാലർക്കില്ല. കേവലം 7 വയസ്സ് കഴിഞ്ഞ ഒരു ബാലനെവിടെ? ഗോവർദ്ധനഗിരി എവിടെ? ഒരു ആന താമരപ്പൂവ് പൊക്കുന്ന ലാഘവത്തോടെയല്ലേ ആ ചെറുക്കൻ ഗോവർദ്ധനഗിരി ഉയർത്തിയത്? അതുമല്ല, 7 ദിവസമാണ് ആ ഗിരിയും കൈത്തലത്തിലെടുത്ത് ബാലൻ നിന്നത്. അതും ഒറ്റക്കരത്തിലാണ് പർവ്വതം ചുമ്മിയത്. മറുകരം കൊണ്ട് മുരളിയൂതി വിലാസത്തോടെ കണ്ണൻ നിൽക്കുകയും ചെയ്തു. ഇതെല്ലാം ഓർക്കുമ്പോൾ നന്ദഗോപനും യശോദയും സ്വജനങ്ങളായ തങ്ങളെ എന്തോ മറച്ചു വച്ചിരിക്കുന്നത് പോലുണ്ട്. അതിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കുകയാണ് ഉത്തമം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഗോപന്മാർ നന്ദഗോപൻ്റെ ഭവനത്തിൽ എത്തി. എല്ലാവരുടെയും വരവ് കണ്ടപ്പോൾ അത്ഭുതത്തോടെ നന്ദൻ ചോദിച്ചു, എന്താണ് എല്ലാവരും കൂടി പ്രഭാതത്തിൽ എത്തുവാൻ? വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഗോപാലന്മാരിൽ ഒരാൾ പറഞ്ഞു, നന്ദഗോപരെ, താങ്കൾ ശ്രേഷ്ഠനും മഹാശയനുമാണ്. എങ്കിലും ഞങ്ങൾക്ക് അങ്ങയുടെ മകനെക്കുറിച്ച് ഒരു സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. കണ്ണൻ്റെ അഭിപ്രായമനുസരിച്ച് നമ്മൾ ഗോവർദ്ധന പൂജ നടത്തി. ദേവേന്ദ്രൻ കോപിച്ച് അയച്ച മേഘമാലകൾ പെയ്തിറങ്ങിയപ്പോൾ കണ്ണൻ പർവ്വതം അടർത്തി ഉയർത്തി നമ്മളെ പേമാരിയിൽ നിന്നും രക്ഷിച്ചു. അത് ഒരു സാധാരണ കൃത്യമല്ല. ഇടയന്മാർക്ക് അത്തരമൊരു കർമ്മം ആലോചിക്കുവാനും കൂടിയാവില്ല. ഭൂമണ്ഡലത്തിലെ സകല ജനങ്ങളും കൂടെ തീരുമാനിച്ചാലും ഗിരി ഉയർത്തുവാൻ കഴിയുകയില്ല. കണ്ണൻ ഒറ്റയ്ക്കാണ് അത് ഉയർത്തിയത്. മാത്രമല്ല, രോഹിണിയുടെ പുത്രന് വെളുത്ത നിറമാണ്. ഇടയന്മാരും ശ്യാമളന്മാരല്ല. പക്ഷേ കണ്ണൻ മാത്രം ശ്യാമവർണ്ണനായതെങ്ങനെ? ഇതൊക്കെ ചേർത്ത് ആലോചിക്കുമ്പോൾ താങ്കളും യശോദാദേവിയും ഞങ്ങളിൽ നിന്നും എന്തോ മറച്ചു വച്ചിരിക്കുന്നതായി തോന്നുന്നു. എന്താണ് അതെന്ന് പറയാത്ത പക്ഷം സ്വജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മഹത്തായ ആ പ്രതികാരം ഇതാണ്: നിങ്ങളെ ഞങ്ങളുടെ വംശത്തിൽ നിന്നും ബഹിഷ്കരിക്കുക. അതൊഴിവാക്കാൻ താങ്കൾ സത്യം പറയുക. ഗോപന്മാരുടെ വാക്കുകൾ കേട്ട് നന്ദഗോപനും യശോദയും പരിഭ്രമിച്ചു. നന്ദഗോപൻ അവരോട് പറഞ്ഞു, ബഹുമാന്യരായ സ്വജനങ്ങളെ, നിങ്ങളുടെ മനസ്സ് എനിക്കറിയുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ മകനായ കണ്ണൻ ഇടയവംശത്തിലെ ജനങ്ങൾ അനുഷ്ഠിക്കാത്ത ധാരാളം കർമ്മങ്ങൾ ചെയ്തുവെന്നതും സത്യമാണ്. അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നാം അമ്പാടി വിട്ടതെന്നും നിങ്ങൾക്കറിയാം. കണ്ണനെക്കുറിച്ച് ഗർഗാചാര്യൻ പറഞ്ഞത് ഞാൻ വെളിപ്പെടുത്താം.
കണ്ണൻ ഗോകുലത്തിൻ്റെ ഉദ്ധാരകനാണ്. പരമേഷ്ടി തന്നെയാണ് കൃഷ്ണനായി ജനിച്ചിരിക്കുന്നത്. വൃഷഭാനുവിൻ്റെ പുത്രി രാധയെയാണ് കണ്ണൻ വിവാഹം കഴിക്കുന്നത്. അവതാര പുരുഷനായതിനാൽ കണ്ണൻ്റെ മഹിമകൾ എങ്ങനെ വർണ്ണിക്കുവാൻ കഴിയും? ഗോപന്മാർ പറഞ്ഞു. ഇത്രയും നാൾ അങ്ങ് സ്വകാര്യമായി ഈ സത്യം സൂക്ഷിച്ചു വെച്ചു. ഗർഗാചാര്യൻ താങ്കളുടെ ഭവനത്തിലെത്തി രഹസ്യമായി ഇവരെ കാണുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വിഷമവും അമർഷവുമുണ്ട്. താങ്കളുടെ വാക്ക് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് പരീക്ഷിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഗോപന്മാർ വൃഷഭാനുവിൻ്റെ ഭവനത്തിലേക്ക് പോയി. അവർ അവിടെ ചെന്ന് ഗോപശ്രേഷ്ഠനെ കണ്ടു. ഗോപന്മാരെ ഒരുമിച്ച് കണ്ടപ്പോൾ വൃഷഭാനു ആഹ്ലാദത്തോടെ ചോദിച്ചു, എന്താണ് എല്ലാവരും കൂടെ ആഗമിച്ചിരിക്കുന്നത്? ഉദ്വേഗജനകമായ എന്തോ സംഭവം ഉള്ളിലുണ്ടെന്ന് എല്ലാവരുടെയും വദനം ഉര ചെയ്യുന്നു. വേഗം പറയുക, ജിജ്ഞാസയുണ്ട്. ഗോപന്മാരിൽ വാഗ്ധോരണിയുള്ള ഒരാൾ പറഞ്ഞു. നന്ദഗോപനുമായുള്ള സൗഹൃദം താങ്കൾ ഉപേക്ഷിക്കണം. അത് പറയുവാനാണ് ഞങ്ങൾ വന്നത്. പൊടുന്നനെയുള്ള ഈ വാക്കുകൾ ഇടിവാളായിട്ടാണ് വൃഷഭാനുവിൽ പതിച്ചത്. ഗോപശ്രേഷ്ഠൻ പതറിയില്ല. എങ്കിലും ഒരു നിമിഷം വാക്കുകൾക്ക് വേണ്ടി തപ്പിപ്പോയി. സമാധാനത്തോടും ശാന്തതയോടും കൂടി ഗോപൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ കാരണം? ഗോപന്മാർ പറഞ്ഞു, സ്വജനങ്ങളിൽ അഗ്രിമസ്ഥാനത്ത് വർത്തിക്കുന്ന ആളാണ് നന്ദഗോപൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ അനുഷ്ഠിച്ചവരാണ് ഞങ്ങൾ. എന്നിട്ടും സ്വന്തം കാര്യങ്ങളിൽ ചിലത് നന്ദൻ ഒളിച്ചു വെച്ചു. ഞങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് താങ്കൾ അദ്ദേഹവുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം. ഗോപന്മാരുടെ വാക്കുകളിൽ നിഴലിക്കുന്ന വ്യക്പ്രതിപത്തി എന്തെന്ന് വൃഷഭാനുവിന് മനസ്സിലായില്ല. അദ്ദേഹം അനുനയത്തിൽ പറഞ്ഞു, ഗോപന്മാരെ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. യാഥാർത്ഥ്യം വ്യക്തമാക്കുവിൻ. കൂട്ടത്തിൽ ഒരാൾ തെറ്റിയാൽ പൂർണ്ണമായും അയാളെ ഉപേക്ഷിക്കുന്നതാണോ ശരി? അതോ കൂട്ടം തെറ്റിയ വ്യക്തിയെ നമ്മിലേക്ക് അനുനയിപ്പിക്കുന്നതോ? ഏതാണ് യോഗ്യമെന്ന് ചിന്തിക്കുവിൻ. അതുകൊണ്ട് ജ്ഞാനിയായ നന്ദഗോപൻ്റെ തെറ്റ് പറഞ്ഞാൽ പരിഹാരമുണ്ടാക്കാം. അവർ പറഞ്ഞു, നന്ദഗോപൻ്റെ മകനായ കണ്ണൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം നിഗൂഢ രഹസ്യക്കാരനായത്. ഗോവർദ്ധനഗിരി സാധാരണക്കാരെ കൊണ്ട് ഉയർത്തുവാനാകുമോ? സാധ്യമല്ല. രാക്ഷസരോ ദേവകളോ മനുഷ്യരോ നിശ്ചയിച്ചാൽ ഗോവർദ്ധനം ഉയരുകയില്ല. എന്നാൽ നന്ദഗോപൻ്റെ മകൻ കണ്ണൻ ആ ഗിരി എത്ര നിസ്സാരമായിട്ടാണ് ഉയർത്തിയത്, താങ്ങി നിർത്തിയത്. സാധാരണക്കാരനല്ല കണ്ണൻ. പിന്നെ ആരാണ് കേശവൻ? ഞങ്ങളെ ഈ സത്യം അറിയിക്കാതെ അദ്ദേഹം മറച്ചുവെച്ചു. അതിനു തക്ക തെറ്റ് വല്ലതും ഞങ്ങൾ അനുഷ്ഠിച്ചുവോ? ഇല്ല. എന്നിട്ടും കണ്ണൻ തൻ്റെ ജീവിതാധ്യായത്തിൽ പുതിയതായി ഒന്നുകൂടി എഴുതി ചേർക്കുവാൻ തുടങ്ങുന്നു. അങ്ങയ്ക്ക് ഒരു മകളുണ്ടല്ലോ, രാധ. അവളുടെ വിവാഹത്തിന് ഞങ്ങളിൽ നിന്നും ചില പ്രശ്നങ്ങളുണ്ടാകും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നന്ദഗോപനുമായുള്ള ബന്ധം താങ്കൾ ഉപേക്ഷിക്കണം. സംഗതികളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ വൃഷഭാനു പറഞ്ഞു, ഗോപന്മാരെ, ഇതാണ് കാര്യമെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഗർഗാചാര്യൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുവാൻ കഴിവുള്ളൂ. പ്രപഞ്ചത്തിലെ സകല ബ്രഹ്മാണ്ടങ്ങൾക്കും ഹരിയുടെ അവതാരമാണ് കണ്ണൻ. ദുഷ്ടശിക്ഷണത്തിനാണ് നാഥനായ അദ്ദേഹം ജന്മമെടുത്തിരിക്കുന്നത്. എൻ്റെ മകളായ രാധ കണ്ണൻ്റെ പ്രിയയാണ്. അവരുടെ വയസ്സ് അതിന് ബാധകമല്ല. കാരണം ജനനമോ മരണമോ ഇല്ലാത്ത അവർക്ക് വയസ്സ് പ്രശ്നമല്ലല്ലോ. രാധയെ കണ്ണൻ പാണിഗ്രഹണം ചെയ്യും. ഗോകുലത്തിൻ്റെ ഉദ്ധാരകനായിട്ടാണ് കണ്ണൻ ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ധരിക്കുവിൻ. ബാക്കി സത്യങ്ങൾ പിന്നാലെ അറിയാവുന്നതാണ്. വൃഷഭാനുവിൻ്റെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചു കേട്ടു. നന്ദഗോപനും വൃഷഭാനുവും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഗർഗാചാര്യൻ്റെ വാക്കുകൾ തെറ്റുകയുമില്ല. അങ്ങനെയെങ്കിൽ കണ്ണൻ പരമേഷ്ടി തന്നെയേ ആയിരിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന ഗോപന്മാരിൽ നിന്നും ഒരു വയോവൃദ്ധൻ പറഞ്ഞു, നന്ദനന്ദനൻ ഭഗവാന്റെ അവതാരമാണെന്നല്ലേ ചുരുക്കം. പക്ഷേ അതൊന്ന് പരീക്ഷിക്കണം.
വാക്കുകൾ അപ്പാടെ വിശ്വസിക്കുവാൻ നമുക്കാവുകയില്ല. താങ്കളുടെ മകളായ രാധയുടെ വരൻ കൃഷ്ണൻ തന്നെയാണോ എന്നും നമുക്ക് ആ പരീക്ഷണത്തിൽ നിന്നറിയാം. അല്ലയോ ഗോപേശ്വര? രാധയ്ക്ക് കന്യാശുൽക്കമായി നൽകുവാൻ അങ്ങ് ധാരാളം ധനം ഒന്നിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ അത്രയുമോ അതിൽ പകുതിയോ ധനം നന്ദഗോപനില്ല. അദ്ദേഹം വെറും ഒരു കൃഷിവലനും ഗോപാലകനും മാത്രമാണ്. അങ്ങ് സ്വന്തം ധനസ്ഥിതിക്ക് യോജിച്ച വിധം ധാരാളം ധനവുമായി വിവാഹാലോചനയ്ക്ക് നന്ദൻ്റെ ഭവനത്തിലെത്തണം. നവരത്നങ്ങൾ കാഴ്ചവെച്ച് വേണം ആ ഭവനത്തിൽ പ്രവേശിക്കുവാൻ. തിരിച്ചും നന്ദഗോപൻ അങ്ങയുടെ ഭവനത്തിൽ എത്തണമെങ്കിൽ ഇതുപോലെ രത്നസഞ്ചയം ആവശ്യമാണല്ലോ. പരമേഷ്ടിയാണെങ്കിൽ രത്നത്തിന് പഞ്ഞം കാണുകയില്ല. പരീക്ഷിച്ച് നമുക്കറിയാമല്ലോ. വയോവൃദ്ധനായ ഗോപാലൻ്റെ അഭിപ്രായം വൃഷഭാനുവിനെയും യോഗ്യമാണെന്ന് തോന്നി. വൃഷഭാനു തൻ്റെ ബന്ധുക്കളെ വിളിച്ചിങ്ങനെ പറഞ്ഞു: ഞാൻ തരുന്ന ഉപഹാരവുമായി നിങ്ങൾ കണ്ണൻ്റെ ഭവനത്തിൽ പോകണം. ഞാൻ പറയും പോലെ അവിടെ പറയുകയും വേണം. ബന്ധുക്കൾ സമ്മതിച്ചു. നിരവധി വണ്ടികൾ യാത്രയ്ക്കൊരുങ്ങി നിർത്തി. രത്നങ്ങൾ നിറച്ച വണ്ടികളിൽ വെച്ചു. ധാരാളം മുത്തും പവിഴവും വെള്ളിയും വേറെ നിറച്ചു. വണ്ടികളുമായി ബന്ധുക്കൾ നന്ദഗോപൻ്റെ വസതിയിൽ എത്തിച്ചേർന്നു. നന്ദൻ അവരെ യഥോചിതം സ്വീകരിച്ചു. അതിഥികൾ പറഞ്ഞു: ശ്രേഷ്ഠനായ നന്ദഗോപൻ, ഞങ്ങൾ വൃഷഭാനുവിൻ്റെ ഒരു സന്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാധയ്ക്ക് അനുരൂപനായ വരൻ കണ്ണനാണെന്ന് തോന്നുന്നു. അവരുടെ വയസ്സ് താങ്കൾക്ക് പ്രശ്നമല്ലെങ്കിൽ അദ്ദേഹത്തിന് സമ്മതമാണ്. ഈ വിവാഹം താങ്കൾക്കും യോഗ്യമാണെങ്കിൽ ഉപഹാരങ്ങളുമായി നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ആ ഭവനത്തിലേക്ക് വന്നാലും വൃഷഭാനുവിൻ്റെ എളിയ സമ്മാനങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും. ബന്ധുക്കൾ വൃഷഭാനുവിൻ്റെ സന്ദേശം അദ്ദേഹത്തെ അറിയിച്ചു. നന്ദഗോപനാകട്ടെ മൂടിയിരുന്ന വസ്തുക്കൾ എന്താണെന്ന് നോക്കാതെ എല്ലാം സ്വീകരിച്ചു. അകത്തു കൊണ്ടുപോയി വെച്ചു. യശോദയെയും വിളിച്ചു. അവർ പാത്രങ്ങളുടെ മൂടി തുറന്നു. അതിൽ കണ്ട നവരത്നങ്ങളുടെ സമൂഹവും മറ്റു ധനസഞ്ചയവും കണ്ട് പരിഭ്രമിച്ചു. ഇത്രയും ധനം വൃഷഭാനു കൊടുത്തയച്ചിരിക്കുന്നു. നാട്ടുനടപ്പനുസരിച്ച് ഇരട്ടിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു രത്നം പോലും എടുക്കുവാൻ നിവൃത്തിയില്ലാത്ത തങ്ങൾ എങ്ങനെ ഇരട്ടി കൊടുക്കും? കൊണ്ടുവന്ന രത്നസഞ്ചയം തിരികെ കൊടുത്തുവിടുന്നത് വൃഷഭാനുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതിനെന്തായാലും വയ്യ. യശോദ പറഞ്ഞു: പാത്രങ്ങൾ നോക്കാതെ സ്വീകരിച്ചത് ശരിയായില്ല. ഇനി എന്തു ചെയ്യും? അവമതിയാണ് ഫലം. ചിന്താവിവശരായി നന്ദഗോപനും യശോദയും പുറത്തു വന്നു. ഇതിനിടയിൽ കണ്ണൻ കളിച്ചും ചിരിച്ചും അകത്ത് കടന്നു. ധാരാളം രത്നങ്ങൾ അവിടെ പ്രകാശിച്ചിരിക്കുന്നത് കണ്ണൻ കണ്ടു. കണ്ണൻ കൗതുകത്തോടെ എല്ലാത്തിൽ നിന്നും കുറേ വാരി വിത്തുകൾ കുഴിച്ചിടും പോലെ പുറത്തു കൊണ്ടുപോയി പാകി. അതിനിടെ ഉരുകുന്ന മനസ്സുമായി നന്ദഗോപൻ അകത്തേക്ക് വന്നു. പാത്രങ്ങളിൽ രത്നങ്ങൾ കുറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അധികം പരിഭ്രമിച്ച നന്ദഗോപൻ അപ്പോഴേ അന്വേഷണം ആരംഭിച്ചു. രത്നം തിരിച്ചു കൊടുക്കണമെങ്കിൽ കൊണ്ടുവന്നവ മാത്രമേ ഉള്ളൂ. അവ തന്നെ തിരികെ നൽകി കണ്ണനെയും വൃഷഭാനുവിന് നൽകാം. തങ്ങളുടെ വിശിഷ്ട രത്നമാണിതെന്ന് പറയാം. പക്ഷേ ആ രത്നങ്ങളും കുറഞ്ഞു പോയാൽ എന്ത് അപവാദങ്ങളാണ് ഉണ്ടാവുക? അതിനെല്ലാം എങ്ങനെ മറുപടി പറയും? ഇതെല്ലാം ഓർത്ത് ഭ്രാന്തൻ്റെ മട്ടിൽ നന്ദൻ വിളിച്ചു: ബലരാമാ, കണ്ണാ, നിങ്ങളോ ചങ്ങാതിമാരെ ഈ പാത്രങ്ങളിൽ നിന്ന് വല്ലതും എടുത്തുവോ? നന്ദൻ്റെ വിളി കേട്ട് ആദ്യം വന്നത് ബലരാമനായിരുന്നു. ബലരാമൻ പറഞ്ഞു: പാത്രത്തിൽ നിന്ന് ഞാനൊന്നും എടുത്തില്ല. കണ്ണൻ ഇവിടെ വന്നിരുന്നു. എന്തോ വാരിക്കൊണ്ടുപോയി കുഴിച്ചിടുന്നതും കണ്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കിളിർത്തു വരുമ്പോൾ കണ്ടാൽ മതിയെന്ന്. നന്ദഗോപന് പരിഭ്രമം ഏറി. അപ്പോഴുണ്ട് കേശവൻ ദേഹം മുഴുവൻ മണ്ണും പുരണ്ട് കയറി വരുന്നു. നന്ദൻ ചോദിച്ചു: കണ്ണാ, പാത്രങ്ങളിലിരുന്ന എന്തെങ്കിലും നീ എടുത്തുവോ? ചോദ്യം കേട്ട് കണ്ണൻ പറഞ്ഞു: ഉവ്, ഞാൻ എടുത്തു. നമ്മൾ കർഷകരല്ലേ. ഏതോ ധാന്യത്തിൻ്റെ വിത്തുകളാണെന്ന് മനസ്സിലാക്കി ഞാൻ എല്ലാത്തിൽ നിന്നും അല്പമായി എടുത്ത് മുറ്റത്തിനരികിൽ പാകിയിട്ടുണ്ട്. നനയ്ക്കുകയും ചെയ്തു. മുളച്ചു വരട്ടെ.
നിഷ്കളങ്കമായ കേശവൻ്റെ വാക്കു കേട്ടപ്പോൾ നന്ദൻ ചിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണ് മകനെ നീ കാട്ടിയത്? വൃഷഭാനു തന്നയച്ച രത്നങ്ങളാണത്. അവയെല്ലാം നീ ചേറു പറ്റിച്ചു. വേഗം കുഴിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിക്കൊണ്ടുവരണം. എവിടെയാണ് പാകിയിരിക്കുന്നത്? നന്ദഗോപൻ കണ്ണനെയും കൂട്ടി മുറ്റത്തിൻ്റെ കോണിലേക്ക് ചെന്നു. അവിടെ ദൃശ്യമായ കാഴ്ച കണ്ട് നന്ദഗോപൻ വിസ്മയസ്തബ്ധനായി. കണ്ണൻ കുഴിച്ചിട്ട രത്നങ്ങളെല്ലാം ചെടികളായി വളർന്ന് കായ്ച്ചു കിടക്കുന്നു. രത്നക്കുലകൾ തന്നെ എവിടെയും. പുഷ്യരാഗം, ഗോമേതകം, മാണിക്യം എന്നിവയുടെ അനവധി കുലകൾ നിറങ്ങളുടെ വൈവിധ്യം കൊണ്ട് വർണ്ണിക്കുവാനാവാത്ത ശോഭ തളം കെട്ടുന്നു. കണ്ണൻ പറഞ്ഞു, പിതാവേ, ഇതെല്ലാം ഇത്ര വേഗം കിളിർക്കുമെന്നും വളരുമെന്നും പൂക്കുമെന്നും കുലയ്ക്കുമെന്നും പാകമാകുമെന്നും ഞാൻ കരുതിയില്ല. അതിശയം തന്നെ. വേഗത്തിൽ ഇവയെ പറിച്ചെടുക്കണം. കുറച്ച് വൃഷഭാനുവിൻ്റെ ഭവനത്തിലും കൊടുത്തയക്കാം. നമുക്ക് തന്നതിൻ്റെ 10 ഇരട്ടി ആയിക്കൊള്ളട്ടെ അങ്ങോട്ട്. ദൈവം നമ്മെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. നന്ദഗോപൻ കണ്ണുനീരോടുകൂടി കണ്ണനെ ആശ്ലേഷിച്ചു. കണ്ണാ, നിന്റെ മായകൾ അത്ഭുതമായിരിക്കുന്നു. കണ്ണൻ പുഞ്ചിരിച്ചു. അവർ രത്നങ്ങൾ ശേഖരിച്ചു. കുറച്ച് രത്നക്കുലകളായി തന്നെ അടർത്തിയെടുത്തു. അവയും പ്രത്യേകം പാത്രങ്ങളിലാക്കി. വിശിഷ്ട രത്നങ്ങളെ കണ്ട് നന്ദഗോപൻ അത്ഭുതപ്പെട്ടു. യഥാർത്ഥത്തിൽ ആ രത്നങ്ങളുടെയെല്ലാം പേരുപോലും നന്ദഗോപൻ അറിയുകയില്ല. സന്തോഷചിത്തനായി കണ്ണൻ്റെ അത്ഭുത പ്രഭാവം ഉള്ളിലോർത്ത് രത്നങ്ങൾ ധാരാളം പാത്രങ്ങളിൽ ശേഖരിച്ചു. ഓരോ തരം രത്നം കൊണ്ടുപോകുവാനും ഓരോ ചാടു തന്നെ ആവട്ടെ എന്ന് നന്ദഗോപൻ പറഞ്ഞു. രത്നച്ചെടികൾ അത്രയ്ക്ക് കാബലത്തോടെ വിലസുകയാണല്ലോ. രത്നങ്ങൾ അടങ്ങിയ പാത്രങ്ങൾ വണ്ടിയിലാക്കി. വൃഷഭാനുവിനെ ധരിപ്പിക്കുവാനുള്ള സന്ദേശം ഗോപന്മാരെ ധരിപ്പിച്ചു. നന്ദഗോപൻ സന്തോഷത്തോടെ അവരെ യാത്രയാക്കി. വൃഷഭാനുവും കപിലയും ജിജ്ഞാസാഭരിതരായി വർത്തിക്കുകയായിരുന്നു. കുലാചാരപ്രകാരമുള്ള ഈ ചടങ്ങ് നിർവഹിക്കുവാൻ അവർക്ക് കഴിയുകയില്ലെന്ന് വൃഷഭാനു കരുതി. കപിലയും അങ്ങനെ തന്നെ വിശ്വസിച്ചു. കാളവണ്ടികൾ നിരയിട്ട് വരുന്നത് ആദ്യം ദർശിച്ചത് രാധയാണ്. അവൾ അത്ഭുതത്തോടെ പിതാവിനോട് പറഞ്ഞു, എത്ര വണ്ടികളാണ് വരുന്നത്? നന്ദനന്ദനൻ്റെ ഭവനത്തിൽ നിന്നാണ് ചാടുകൾ വരുന്നതെന്ന് വ്യക്തം. പൊടി ഉയർത്തിക്കൊണ്ട് വാഹനങ്ങൾ വൃഷഭാനുവിൻ്റെ ഭവനത്തിനു മുന്നിലെത്തി. ഗോപന്മാർ ചാടി ഇറങ്ങി. വാഹനങ്ങളിൽ നിറച്ചു കൊണ്ടുവന്ന രത്നവട്ടികൾ താഴെ ഇറക്കി വീടിനു മുന്നിൽ നിരത്തി. ആ രത്നങ്ങൾ കണ്ട വൃഷഭാനുവിൻ്റെയും കപിലയുടെയും കണ്ണഞ്ചിപ്പോയി. എത്ര തരം രത്നങ്ങൾ! എന്തുമാത്രം രത്നങ്ങൾ! ഗോപന്മാർ നന്ദഗോപൻ്റെ സന്ദേശവും വൃഷഭാനുവിനെ ധരിപ്പിച്ചു. മാത്രമല്ല, കണ്ണൻ്റെ രത്നകൃഷിയെക്കുറിച്ചും ഗോപന്മാർ വിസ്തരിച്ചു പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ വൃഷഭാനുവിൻ്റെ ഹൃദയത്തിൽ ഭക്തിയും ആദരവും വർദ്ധിച്ചു. കണ്ണൻ പരമേഷ്ഠിയുടെ അവതാരമാണെന്ന് ഗോപന്മാരും ഉറച്ചു. എല്ലാവരും ആഹ്ലാദപൂർണരായി കണ്ണനെ കാണുവാൻ തിരിച്ചു. ഈ പരീക്ഷണത്തിൽ ഏറെ ആനന്ദം പൂണ്ടത് രാധയായിരുന്നു. എന്തായാലും കണ്ണൻ തനിക്കുള്ളതായല്ലോ. ചിറ്റമ്മയുടെ പരിഭവത്തിന് ഇനി കുറവ് വരും തീർച്ച. ആ ചിന്തകളോടെ ആഹ്ലാദവതിയായി കാളിന്തി ആറ്റിൻകരയിലേക്ക് ഓടിപ്പോയ അവൾ ഏകയായി അവിടെ ആനന്ദ നൃത്തം ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.